we discuss about the cumulative distribution function or the distribution function of a continuous random variable. Cumulative distribution നമ്മൾ by discrete case നമ്മൾ പഠിച്ചിട്ടുണ്ട്. It was defined as capital F of x, which is called the cumulative distribution function, was defined as probability that capital X taking values up to x. അതായത് എക്സിന്റെ താഴെയുള്ള എല്ലാ വാല്യൂസിന്റെയും പ്രോബിലിറ്റി കണ്ടുപിടിക്കുക, ആഡ് ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി സിഗ്മ പ്രോബിലിറ്റി ഓഫ് എക്സ് ഐ ആണ്. ഇവിടെ എക്സ് ഐസിന്റെ പ്രത്യേകത എക്സ് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. എക്സിന്റെ താഴെയുള്ള എല്ലാ എക്സൈസും എടുക്കും. ആ എക്സൈസ് നെഗറ്റീവ് ആയാലും ശരി, എത്ര വരെയുള്ള എക്സൈസ് താഴെ ഉണ്ടെങ്കിലും എക്സിന്റെ താഴെയുള്ള എല്ലാ എക്സൈസും എടുത്തിട്ട് അതിന്റെ പ്രോബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് ഡിസ്ക്രീറ്റ് കേസിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കേസിൽ ദ ഡെഫിനേഷൻ ഈസ് ഇൻ ദ സെയിം വേ. ദാറ്റ് ഇസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആയിട്ട് തന്നെയാണ്. അതായത് എക്സ് വരെയുള്ള സ്മോൾ എക്സ് വരെയുള്ള എല്ലാ എക്സുകളുടെയും പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദി ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെയുള്ള വാല്യൂസിന്റെ അതിന്റെ പ്രോബിലിറ്റിയാണ്. എക്സിന്റെ താഴേക്കുള്ള എല്ലാ വാല്യൂസിന്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ ആണ് വരിക. ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക. ചിലപ്പോൾ നമ്മുടെ ഡൊമൈൻ തുടങ്ങുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ക്യാപിറ്റൽ എക്സ് എടുക്കുന്ന വാല്യൂസ് 0 തൊട്ടിട്ട് 10 വരെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു 0,10 ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് എക്സ് വരെ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്താൽ മതി, 0 തൊട്ടിട്ട് എക്സ് വരെ എടുത്താലും മതി. കാരണം മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ പ്രോബിലിറ്റി 0 ആണല്ലോ. ഇത് റാൻഡം വേരിയബിൾ 0ലാണ് പ്രോബിലിറ്റി എടുക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയുള്ള പ്രോബിലിറ്റി പ്ലസ് ഇന്റഗ്രൽ നമുക്ക് എക്സ് വരെയുള്ള പ്രോബിലിറ്റി ആണല്ലോ വേണ്ടത്. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് എക്സ് വരെയുള്ള പ്രോബിലിറ്റിയെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ പ്ലസ് 0 ടു എക്സ് എന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നെ ആയിട്ട് വരും. വേറസ് ഇവിടെ ഈ ഞാൻ പറയുന്നത് നമ്മുടെ എക്സ് എടുക്കുന്ന വാല്യൂസ് 0 ടു 10 ആണെങ്കിൽ 0 ആണ് മിനിമം വാല്യൂ എങ്കിൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നില്ല. ദിസ് വിൽ ബി ഓൾവേസ് ഗിവിംഗ് യു 0 ആൻഡ് 0 ടു എക്സ് വരെ എടുത്താലും മതി. അപ്പോൾ നമുക്ക് എപ്പോഴും അത് 0 ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് ക്യാൻ ബി ഫ്രം മൈനസ് ഈ എക്സ് എടുക്കുന്ന വാല്യൂസ് -1 തൊട്ടിട്ട് 10 വരെ ആവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് -1 വരെ എടുത്തിട്ട് -1 ടു എക്സ് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ഇൻഫിനിറ്റി തന്നെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഓൾ ഇറ്റ് മീൻസ് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഗിവിംഗ് യു ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ വാല്യൂസ് ദാറ്റ് എക്സ് ടേക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. സ്മോൾ എക്സിന്റെ താഴെയുള്ള എല്ലാ വാല്യൂസിന്റെയും പ്രോബബിലിറ്റിയാണ് അത്, അല്ലെങ്കിൽ സ്മോൾ എക്സ് വരെയുള്ള ആ ഇന്റർവെലിന്റെ പ്രോബബിലിറ്റിയാണ്. അത് നമുക്ക് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത് അതിനെ ഫോർമുലി ഡിഫൈൻ ചെയ്താണ്. എഫ് എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അത് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുമ്പോൾ ഇവിടെയും ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ എക്സ് എഴുതാറില്ല. സോ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എഫ് ഓഫ് ടി ഡി ടി എന്നാക്കിയിട്ട് ചെയ്യാം, കാരണം രണ്ടും ഒരേ വേരിയബിൾ എഴുതാറില്ല. സോ ഇറ്റ് ഈസ് എഫ് ഓഫ് വൈ ഡി വൈ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. For each f of x is the area. അപ്പോൾ what is this area under the curve ആണെന്ന് പറഞ്ഞു. നമ്മൾ ഒരു ഏത് ഡെഫിനിറ്റ് ഇന്റഗ്രലും ആ പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ കർവ് എടുക്കുക. ആ കർവിന്റെ എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇട്ടിട്ട് എക്സ് ഈക്വൽ ടു എക്സ് വരെയുള്ള ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ് വരെയുള്ള വാല്യൂസിന്റെ ഏരിയ ആണ് തരുന്നത് അല്ലേ, ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ തരാം. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ കർവ് മൈനസ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടാവും. എക്സ് എവിടെയാണോ ആ എക്സ് വരെയുള്ള ഈ ഏരിയ ആണ് ആക്ച്വലി എന്ത് വരിക, ദിസ് ഏരിയ ഈസ് വാട്ട് ഈസ് ഗിവിംഗ് യു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ കർവിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് എക്സ് വരെയുള്ള ആ പൊസിഷൻ വരെയുള്ള കർവിന്റെ താഴെ ഏരിയ, അതായിരിക്കും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഏരിയ അണ്ടർ ദ ഡെൻസിറ്റി കർവ്. ഡെൻസിറ്റി കർവ് മീൻസ് ദ ഫംഗ്ഷൻസ് കർവ്. ദിസ് ഇസ് ഓക്കെ, വിൽ സീ ആൻ എക്സാമ്പിൾ. സോ ഇതാണ് പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സിന്റെ ഇതാണ് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ആൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഞാൻ ഇതാണ് വരച്ചിരിക്കുന്നത്. സോ വാട്ട് യു ടു ഡു ഈസ്, നമ്മൾ ഇവിടെ ഇത് വരച്ചിരിക്കുന്നതെല്ലാം ഓരോ പോയിന്റിൽ പ്രോബബിലിറ്റിയാണ്. ഓരോ പോയിന്റിലല്ല, ആഫ്റ്റർ ഓൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കർവാണ്. എഫ് ഓഫ് എക്സിന്റെ കണ്ടിന്യൂസ് കർവ് ആണ്. അപ്പോൾ നമുക്ക് 5 to 6 വരെയുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇത് 6 ആണെങ്കിൽ 5 തൊട്ട് ഇതിന്റെ മിനിമം വാല്യൂ തുടങ്ങുന്നത് പ്രോബിലിറ്റീസ് നോൺ സീറോ ആയിട്ട് തുടങ്ങുന്നത് 5-ലാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഏരിയ എത്രയാണോ ഈ ഏരിയ ആണ് എന്തായിട്ട് വരിക, എഫ് ഓഫ് 6 ആയിട്ട് വരിക. ദിസ് ഏരിയ ഈസ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് 6. അപ്പോൾ 6ന്റെ ഇമേജ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ എഫ് ഓഫ് എക്സ് ചിലപ്പോൾ എന്താവാം, ഈ കർവിന്റെ ഈ ഹൈറ്റ് ചിലപ്പോൾ 7 ആവാം, പക്ഷേ എഫ് ഓഫ് എക്സ്
എഫ് ഓഫ് 6 എന്ന് പറയുന്നത് 7 അല്ല, ഇറ്റ് ഇസ് ദ ഏരിയ ബിഫോർ എക്സ് ഈസ് ഈക്വൽ ടു 6 വരെയുള്ള ആ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ എഫ് ഓഫ് 6ന്റെ വാല്യൂ ചിലപ്പോൾ 5 എന്നായിരിക്കാം. സോ വാട്ട് യു ടു റൈറ്റ് എസ് എഫ് 6ന്റെ ഇമേജ് ആയിട്ട് ഇവിടെ ഹൈറ്റിൽ കൊടുക്കേണ്ടത് ഇവിടെ 5 ഹൈറ്റിലാണ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം എഫ് ഓഫ് 6ന്റെ വാല്യൂ ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ആയതുകൊണ്ട്. ഓക്കെ, ഇതേപോലെ 7ന്റെ ഇത് 7 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 7 വരെയുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് 7 എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് 7 ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. 7 വരെയുള്ള പ്രോബിലിറ്റീസിന്റെ ടോട്ടൽ പ്രോബിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവിന്റെ താഴെ ഏരിയ ഏതുവരെ എടുക്കണം? 7 വരെ എടുക്കണം. അപ്പോൾ ഈ ഏരിയ എത്രയുണ്ടോ അതായിരിക്കും എന്തായിട്ട് വരിക? എഫ് ഓഫ് 7 ആയിട്ട് വരിക. ഇവിടെ ഒരു 7 ഉണ്ടെങ്കിൽ 7ന്റെ ഇമേജ് ആയിട്ട് വരിക. ഈ എഫ് ഓഫ് 7 എന്ന് പറയുന്ന വാല്യൂ എത്രയാണോ, ഈ എഫ് ഓഫ് 7ന്റെ വാല്യൂ 15 ആണെങ്കിൽ ദ സൈറ്റ് ഈസ് ഗോയിങ് ടു ബി 15. ഈ കർവിന്റെ ഇമേജ് 7ന്റെ ഇമേജ് ആയിട്ട് എഫ് ഓഫ് 7 ആയിട്ട് എടുക്കേണ്ടത് 15 ആണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഒബ്സർവ് ദാറ്റ് ദ കർവ് വിൽ ബി ഓൾവേസ് ഇൻക്രീസിങ്. കാരണം പ്രോബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ 7 കഴിഞ്ഞ് 8ലേക്കുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഏരിയ കൂടുതലേ ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വരും തോറും ഇപ്പോൾ 9 എടുക്കുകയാണെങ്കിൽ 9 എത്തുമ്പോൾ പ്രോബിലിറ്റി ഫംഗ്ഷന്റെ വാല്യൂ കുറയുന്നുണ്ട് അല്ലേ. ഈ ഇതാണ് പീക്ക് വാല്യൂ. അത് കഴിഞ്ഞ് 9 എത്തുമ്പോഴേക്ക് ഇറ്റ് റെഡ്യൂസസ്. അതിന്റെ പ്രോബിലിറ്റി കുറയുന്നുണ്ട്, പക്ഷേ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താവുകയുള്ളൂ? ഏരിയ വിൽ കീപ്പ് ഓൺ ഇൻക്രീസിങ് അല്ലേ. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഏരിയയുടെ കൂടുതലല്ലേ വരിക, ഏരിയ കൂടിയാണ് വരിക. അപ്പോൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കർവ് എപ്പോഴും എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഓൾവേസ് ഹാവിങ് ആൻ ഇൻക്രീസിങ് കർവ്. ഇമേജ് കർവ് എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. ഈ എഫ് ഓഫ് എക്സിന്റെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ സ്മോൾ എഫ് ഓഫ് എക്സിന്റെ കർവ് എന്താവാം? ഇറ്റ് ക്യാൻ ബി ഡിക്രീസിങ്. സ്മോൾ എഫ് ഓഫ് എക്സിന്റെ കർവ് ഡിക്രീസിങ് ആവാം, പക്ഷെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ കർവ് എപ്പോഴും എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. സോ ആൻഡ് അതിന്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ 10 വരെയുള്ള പ്രോബിലിറ്റി ആണ് അല്ലേ. 10 വരെയുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോബിലിറ്റി അണ്ടർ ദി കർവ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഷുഡ് ബി 1. കാരണം ഇന്റഗ്രൽ പി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ടോട്ടൽ ഇന്റഗ്രൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ 10 വരെ എടുത്താലും മതി, ഓർ -∞ ടു ഇൻഫിനിറ്റി വരെ എടുക്കുകയാണെങ്കിലും ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ ഇന്റഗ്രൽ അല്ലേ വരുന്നത്. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫിന്റെ ഇൻഫിനിറ്റിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും: ക്യാപിറ്റൽ എഫ് ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 1 ആൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് -∞ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് ഉള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഇവിടുന്ന് കർവ് എപ്പോഴും ഇവിടെയൊക്കെ 0 അല്ലേ വരിക. 5 തുടങ്ങിയിട്ടാണ് പ്രോബിലിറ്റി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കർവ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 5ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അതിന് മുമ്പുള്ള പോയിന്റ്സിലെല്ലാം ഇതുണ്ട്, ക്യാപിറ്റൽ എഫിന്റെ വാല്യൂ ഉണ്ട്. അതെല്ലാം എപ്പോഴും എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം 4 വരെ സ്മോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ ഏരിയ ബിലോ ദി കർവ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് -∞ 0 ആയിരിക്കും. വേറെയും നെഗറ്റീവ് വാല്യൂസിനെല്ലാം ഈ കേസിൽ 0 ആയിരിക്കും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വരിക. ക്യാപിറ്റൽ എഫ് ഓഫ് +∞ ഈസ് ഗോയിങ് ടു ബി 1. ഓക്കെ, കർവ് ഇൻക്രീസിംഗ് ആയിരിക്കും. അതിന്റെ മാക്സിമം വാല്യൂ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ 1 ആയി. ഇത് ആക്ച്വലി ഇനി കഴിഞ്ഞാലും ഇനി പ്രോബിലിറ്റി ഒന്നും ഇല്ല അല്ലേ. ഇനി അങ്ങോട്ട് 11ന്റെയും 12ന്റെയും എല്ലാം പ്രോബിലിറ്റി ഇനി അങ്ങോട്ടുള്ള കംപ്ലീറ്റ് പ്രോബിലിറ്റിയും 0 എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നതെങ്കിൽ കർവ് ഈ സ്റ്റേജിൽ 1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകും. അതായത് ഇൻഫിനിറ്റി എത്തുമ്പോഴും അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ദർ ഇസ് നോ പ്രോബിലിറ്റി ടു ആഡ് ആഫ്റ്റർ 10. 10ന് ശേഷം പ്രോബിലിറ്റിയോ അല്ലെങ്കിൽ ഏരിയ ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ദർ വിൽ ബി ആൻ ഏരിയ ക്രിയേറ്റഡ്. അതില്ലാത്തത് കൊണ്ട് ഈ കർവ് 1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടാണ് പോവുക. ലൈക്ക് സ്മോൾ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ക്യാൻ ഓൾസോ ഗിവ് പ്രോബിലിറ്റി വാല്യൂസ് ഓഫ് ഇന്റർവൽസ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇതിന്റെ ജോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിന്റെ കർവ് എടുക്കുക, കർവിന്റെ എക്സ് ഈക്വൽ ടു എ ഉള്ള ഓർഡിനേറ്റ് വരയ്ക്കുക. ഇതാണ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ. അതേപോലെ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ. ഇതിന്റെ ഇടയ്ക്കുള്ള ഏരിയ ആണ് എന്തായിട്ട് വരിക? ദിസ് ഏരിയ ഇസ് വാട്ട് ഇസ് ഒബ്റ്റെയിൻഡ് ആസ് പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി. അങ്ങനെ എന്ത് ചെയ്താൽ മതി? ഫോർ ഫൈൻഡിങ് ദിസ് ഏരിയ യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ +2 ദറ്റ് -∞ തൊട്ടിട്ട് ഇതുവരെയുള്ള ടോട്ടൽ ഏരിയ എടുക്കുക. അതായത് സ്റ്റാർട്ടിങ് മുതൽ എക്സ് ഈക്വൽ ടു ബി വരെയുള്ള ടോട്ടൽ ഏരിയ എടുക്കുക. അതാണ് എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് ബി എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ട എ തൊട്ട് ബി വരെയുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ -∞ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി വരെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും, മീൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് എന്ത് ചെയ്താൽ മതി? എ വരെയുള്ള ഏരിയ മൈനസ് ചെയ്യാം.
യു ജസ്റ്റ് ഇറേസ് ദിസ് മച്ച്. ഇതങ്ങോട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ തൊട്ട് ബി വരെയുള്ള ഏരിയ കിട്ടണം. അപ്പോൾ ഇതിന് എന്ത് കളഞ്ഞാൽ മതി, മൈനസ് എഫ് ഓഫ് എ ചെയ്താൽ മതി. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ വിൽ ബി ഗിവിംഗ് യു പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി. ആൻഡ് നമുക്കറിയാം ഒരു സിംഗിൾ പോയിന്റിലെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, ദിസ് വിൽ ബി സെയിം ആസ് പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ലെസ് ദാൻ ബി. ഇതെല്ലാം സെയിം ആണ്, നമ്മൾ നേരത്തെ കണ്ടു. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ഒരു സിംഗിൾ പോയിന്റിലെ പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും if x is a continuous random variable. Okay. Next we are going to see the cumulative distribution function of uniform distribution. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വാസ് ഡിഫൈൻഡ് ആസ് 1/b മൈനസ് എ if a less than or equal to x less than or equal to b and 0 otherwise. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എ തൊട്ട് ബി വരെ, എ മുതൽ ബി വരെ കർവ് എന്തായിരുന്നു, 1/a മൈനസ് ബി മൈനസ് ഈ ഹൈറ്റ് 1/b മൈനസ് എ ആക്കി വയ്ക്കും. ഓക്കെ, ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി വോണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു പ്രത്യേകത, പ്രോബിലിറ്റി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എയിലാണ് നോൺ സീറോ പ്രോബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എയിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എയുടെ മുമ്പെല്ലാം പ്രോബിലിറ്റി എത്രയാണ്, 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സ് എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ സേ എ മൈനസ് 1 ആയിട്ട് എക്സ് എടുത്തു എന്ന് വിചാരിക്കാം. എക്സ് ഈക്വൾ ടു എ മൈനസ് 1 എടുത്തിരുന്നെങ്കിൽ എഫ് ഓഫ് എ മൈനസ് 1 എന്താകുമായിരുന്നു, വാട്ട് വിൽ ബി എഫ് ഓഫ് എ മൈനസ് 1? എഫ് ഓഫ് എ മൈനസ് 1 വിൽ ബി ദ ഏരിയ ഫ്രം -∞ ടു എ മൈനസ് 1 ആണ്. പക്ഷെ -∞ തൊട്ട് എ മൈനസ് 1 വരെ കർവ് എന്താണ്, 0 കർവാണ്. അപ്പോൾ ഇത് പറയുന്നത് ഇന്റഗ്രൽ -∞ ടു എ മൈനസ് 1 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെയൊക്കെ ഫംഗ്ഷൻ 0 ആണ്, കാരണം ഞാൻ പറഞ്ഞു എയിലാണ് പ്രോബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ഇത് 0 ആയിരിക്കും. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് വിൽ ബി 0 ഇഫ് എ മൈനസ് 1 തന്നെ എടുക്കണമെന്നില്ല, എയുടെ തൊട്ട് മുമ്പിൽ എടുത്താലും മതി. എക്സ് ലെസ് ദാൻ എ എടുത്തു കഴിഞ്ഞാൽ, ലെസ് ദാൻ ഈക്വൽ ടു എഴുതിയാലും കുഴപ്പമില്ല, പ്രോബിലിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ആഫ്റ്റർ ബി എന്ത് സംഭവിക്കും, പ്രോബിലിറ്റി ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് ബി പ്ലസ് 1 എടുക്കുകയെന്ന് വിചാരിക്കാം. ബി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ബിക്ക് ശേഷമുള്ളൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പ്രോബിലിറ്റി ഇതിന് ശേഷം, അതായത് ബി എ തൊട്ട് ബി വരെ നോൺ സീറോ പ്രോബിലിറ്റി ഉള്ളൂ, അതിന് ശേഷവും അതിന് മുൻപും എന്താണ്, 0 പ്രോബിലിറ്റി ആണുള്ളത്. അപ്പോൾ ബിക്ക് ശേഷവും എന്തായിരിക്കും, 0 പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് ബി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി -∞ തൊട്ട് ബി പ്ലസ് 1 വരെയുള്ള, ഇതാണ് ബി പ്ലസ് 1 എന്ന് വിചാരിക്കുക, ബി പ്ലസ് 1 വരെയുള്ള ഏരിയ ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം, -∞ തൊട്ട് എ വരെ എന്ന് എഴുതാം, പ്ലസ് ഇന്റഗ്രൽ എ ടു ബി വരെ എഴുതാം, പ്ലസ് ഇന്റഗ്രൽ ബി ടു ബി പ്ലസ് 1 വരെ എഴുതാം. ഇനി -∞ ടു എ വാല്യൂ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്നാണ് കിട്ടുക, കാരണം ഇവിടെ ഫംഗ്ഷൻ 0 ആണ്. ആൻഡ് മൂന്നാമത്തെ ബ്രാഞ്ചിലും ഫംഗ്ഷൻ 0 ആണ്. അതുകൊണ്ട് ആദ്യത്തതും 0 ആയിരിക്കും, മൂന്നാമത്തതും 0 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ എ ടു ബി ഉള്ള ടോട്ടൽ പ്രോബിലിറ്റി ആണ് വരുന്നത്. അത് എത്രയായിരിക്കും, ഈ കർവിന്റെ താഴെയുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 1. അപ്പോൾ ബി കഴിഞ്ഞിട്ടുള്ള ഓരോ പോയിന്റിന്റെയും പ്രോബിലിറ്റി എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ബി ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി കൊടുത്താലും കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1. അപ്പോൾ വൺസ് എ എത്തുന്ന വരെ പ്രോബിലിറ്റി എപ്പോഴും 0 ആയിരിക്കുന്നതുകൊണ്ട് ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ഫംഗ്ഷൻ 0 ആയിരിക്കും. ബി എത്തുമ്പോഴേക്ക് നമുക്ക് മാക്സിമം പ്രോബിലിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബി എത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് പ്രോബിലിറ്റിയും നോൺ സീറോ പ്രോബിലിറ്റി തീർന്നു. അതിന് ശേഷമുള്ള ഓരോ പോയിന്റിനും പ്രോബിലിറ്റി 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് ശേഷമുള്ള ഏരിയയിൽ കംപ്ലീറ്റ് ഫംഗ്ഷൻ 0 ആയതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് 1 ആവും. ദെൻ ഓൺവേർഡ്സ് ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ്, കാരണം പ്രോബിലിറ്റി 0 ആയി കഴിഞ്ഞു ഇതിന് ശേഷം, ബിക്ക് ശേഷം. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇസ് ദിസ്, ഇതെന്താണെന്നുള്ളതാണ് ആകെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു എക്സ് ഇവിടെ എടുക്കണം. യു നീഡ് ടു ടേക്ക് ആൻ എക്സ് ഹിയർ. കാരണം എക്സ് എയുടെ മുമ്പിലാകുമ്പോൾ 0 ആണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വരിക, ബിക്ക് ശേഷമാണെങ്കിൽ 1 ആണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ വരിക. സോ സപ്പോസ് ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, എ തൊട്ടിട്ട് എക്സ് വരെയുള്ള ഏരിയ വരും അല്ലേ. സോ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ബി ഇന്റഗ്രൽ -∞ ടു എക്സ് ആണ് വരേണ്ടത്, എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, പക്ഷെ ഇതിന് നമുക്കറിയാം -∞ തൊട്ടിട്ട് എ വരെ എന്ന് എഴുതാം, പ്ലസ് എ തൊട്ടിട്ട് എക്സ് വരെ എന്ന് എഴുതാം. കാരണം യു നോ ദാറ്റ് യുവർ എക്സ് ഇസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഇങ്ങനെ എടുക്കാം. ലെസ് ദാൻ ബി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ദെൻ
ഇവിടെ ഫംഗ്ഷൻ 0 ആണ് നമുക്കറിയാം, കാരണം ഇതിന് മുമ്പെല്ലാം ഫംഗ്ഷൻ 0 ആണ്, പ്രോബിലിറ്റി 0 ആണ്, അതുകൊണ്ട് ഇവിടെ 0 ആയിരിക്കും. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 1/b മൈനസ് എ എന്നാണ്. ഇവിടെ 1/b മൈനസ് എ ഡി എക്സ് എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 1/b മൈനസ് എ ഇസ് എ കോൺസ്റ്റന്റ്. 1/b മൈനസ് എ ഇന്റഗ്രൽ എ ടു എക്സ് 1 ഡി എക്സ് എന്ന് വരും. 1 ഡി എക്സ് എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് കിട്ടും, അല്ലെങ്കിൽ 1 ഡി ടി എന്ന് എഴുതാം. നമുക്ക് വേണമെങ്കിൽ എക്സ് ഒഴിവാക്കിയിട്ട് ഡി ടി എന്ന് നോ പ്രോബ്ലം. യു റൈറ്റ് എക്സ് ഇറ്റ്സെൽഫ് ഓർ ടിയോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരിക? അത് എക്സ് എന്ന് വരും. ഇവാലുവേറ്റ് ഫ്രം എ ടു എക്സ്. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എ എന്ന് വരും അല്ലേ. സോ ദ പ്രോബിലിറ്റി ഫംഗ്ഷൻ ഇസ് ഗോയിങ് ടു ബി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇസ് ഗോയിങ് ടു ബി എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആയിരിക്കും. സോ ഹിയർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ഇറ്റ്, വിൽ ഗെറ്റ് ദിസ് വാല്യൂ. സോ ഇങ്ങനെ 3 ബ്രാഞ്ച് ആയിട്ടാണ് പ്രോബിലിറ്റി കിടക്കുക. എക്സ് എയേക്കാൾ താഴെയാകുമ്പോൾ 0യും എയുടെയും ബിയുടെയും ഇടയ്ക്ക് ആകുമ്പോൾ എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എയും, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ 1 ആയിരിക്കും. ഇവിടെ നിങ്ങൾ ബി കൊടുത്തു നോക്കൂ. എക്സ് ബി എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? എക്സിന് ബി എന്ന് കൊടുത്താൽ ബി മൈനസ് എ ബൈ ബി മൈനസ് എ 1 കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ലെസ് ദാൻ ഓർ എഴുതിയാലും കുഴപ്പമില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി കോയിൻസൈഡിങ് വിത്ത് 1. ഓക്കെ. അതേപോലെ എക്സ് ഈക്വൽ ടു എ ആകുമ്പോഴും എന്ത് സംഭവിക്കും? എ മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ വിച്ച് ഇസ് 0. ന്യൂമറേറ്റർ 0 ആയി പോകുന്നുണ്ട്. Okay, so that's how we calculate the cumulative distribution function of uniform distribution. Capital F of x in the value 3 എണ്ണമായിട്ട് എഴുതണം. ഒന്ന് 0യും ഒന്ന് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ, ദെൻ മൂന്നാമത്തെ ബ്രാഞ്ച് 1 ആണ്. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആകുമ്പോൾ, ഇത് എക്സ് ലെസ് ദാൻ എ ആകുമ്പോൾ, ഇവിടെ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി വരുമ്പോൾ. അപ്പോൾ ഇതൊരു ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കൊരു ലൈനാണ് കിട്ടുക. ദിസ് ഇസ് ഗോയിങ് ടു ബി എ ലൈൻ. You see the geometry, ഇത് 0ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വരെയുള്ള this ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ അല്ലേ. യു നോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഇസ് ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇത് 0ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലെത്തുമ്പോൾ 0ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1ൽ എത്തുമ്പോഴേക്ക് ബിയിൽ എത്തുമ്പോൾ 1ൽ എത്തുന്ന ഒരു ഫംഗ്ഷനാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് വരിക. അപ്പോൾ സപ്പോസ് യുവർ എ ഈസ് ദിസ് ആൻഡ് ബി ഈസ് ദിസ്, ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് എയിൽ എത്തുന്നവരെ 0 ആയിരിക്കും, ഇവിടെ എത്തുന്നവരെ 0 ആയിരിക്കും. ദെൻ ബി എത്തിയതിന് ശേഷം 1 ആയിരിക്കും, ബി എത്തിക്കഴിഞ്ഞതിന് ശേഷം 1 ആയിരിക്കും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എ എക്സ് ടൈപ്പ് ആണ്, ഒരു ലീനിയർ ഇക്വേഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്. അപ്പോൾ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതിന്റെ എയിലുള്ള വാല്യൂ 0യും ബിയിലുള്ള വാല്യൂ 1 ആയതുകൊണ്ട് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ കർവ് വരിക. കർവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ. നൗ let us see a non-constant function. F of x equal to 3x square എന്ന് എടുത്തു. x running between 0 and 1. And ഇതിന്റെ അർത്ഥം ഇതിന്റെ പുറത്തേക്ക് 0 ആണെന്നാണ്. അതായത് 3x square if 0 less than or equal to x less than or equal to 1 and 0 otherwise. പുറത്ത് 0 ആണ്. You want to find f of x, capital F of x കാണണം. Okay, let's just erase this. Our small f of x is given as 3x square if 0 less than x less than 1 is not equal to ആയാലും കുഴപ്പമില്ല, 0 otherwise, outside it is 0. So the curve is ഇത് 0 ആണെന്ന് വിചാരിക്കുക, ഇത് 1 ആണെന്ന് വിചാരിക്കുക. 0 തൊട്ട് 1 വരെ അത് 3x square എന്ന് പറഞ്ഞൊരു പരാബോളയാണ്. So it's a പരാബോള അല്ല. y equal to x square എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാവുക. This will be 3 ഹൈറ്റ് ഉണ്ടാവുക. x equal to 1 ആകുമ്പോൾ 3 into 1 square അല്ലേ. equal to 0 ആകുമ്പോൾ 0 സ്ക്വയർ പരാബോള ഉണ്ടാവുക. ഇതാണ് കർവ് വരിക, എഫ് ഓഫ് എക്സിന്റെ കർവ് വരിക. വാട്ട് വിൽ ബി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ പ്രത്യേകത, അത് 0ക്ക് മുമ്പ് പ്രോബിലിറ്റി 0 ആയിരിക്കും നമുക്കറിയാം. ആൻഡ് 1 എത്തുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് പ്രോബിലിറ്റിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1ന്റെ മേലേക്ക് അല്ലെ പ്രോബിലിറ്റി സ്മോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 എത്തുമ്പോഴേക്ക് കഴിഞ്ഞു. 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0ക്ക് മുമ്പ് പ്രോബിലിറ്റി 0 ആയിരിക്കും. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 or ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് 1ന് ശേഷം പിന്നെ പ്രോബിലിറ്റി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. 1ന് ശേഷം പ്രോബിലിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ന് ശേഷം അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഫുൾ പ്രോബിലിറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ആയിരിക്കും ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. വാട്ട് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സപ്പോസ് യുവർ എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ, എക്സ് എവിടെയാണെങ്കിൽ നമ്മൾ ഇന്റഗ്രൽ -∞ ടു എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണല്ലോ ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ.
and this is equal to integral minus infinity to 0 plus integral ഇവിടെ ഫംഗ്ഷൻ 0 ആണ് വരിക plus integral 0 to x വരും. Okay, you want to find this area. ഈ ഏരിയ ആണ് f of x, capital F of x ന്റെ വാല്യൂ ആയിട്ട് വരിക. And function is 3x square dx. So that's equal to 3 into x square ന്റെ integral x cube by 3 വരും. Integrate from 0 to x. 0 കൊടുക്കുമ്പോൾ x cube, okay, 3 cancel ചെയ്തു പോകും. So this is going to be x cube എന്നാണ് വരിക. So here it should be x cube. So this is your cumulative probability function. Distribution function, cumulative distribution function. Okay. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. എഫ് ഓഫ് എക്സ് ഇതിൻ്റെ കൂടെയുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക അല്ലേ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടണമെങ്കിൽ ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ചെയ്യണം, എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യണം. അപ്പോൾ തിരിച്ച്, അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വന്നാൽ എങ്ങനെയാണ് ക്യൂമുലേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നാണ് ഇത് തരുന്നത്. തിരിച്ച് സപ്പോസ് നമുക്ക് എഫ് ഓഫ് എക്സ് ആയിരുന്നു തന്നിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ എങ്ങനെ സ്മോൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും? ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റഗ്രേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എന്ത്, സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ഹൻസ് ടു ഗെറ്റ് സ്മോൾ എഫ് ഓഫ് എക്സ് ഫ്രം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇറ്റ് ഈസ് എനഫ് ടു കൺസിഡർ ദി ഡെറിവേറ്റീവ്. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, so it is applicable in the continuous distribution case only. Continuous കേസിൽ അല്ലാതെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും എടുത്തിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നിന്ന് സ്മോൾ എഫ് ഓഫ് എക്സ് കാണാൻ ഡെറിവേറ്റീവ് എടുത്ത് നോക്കരുത്. ഓക്കെ, ഡെറിവേറ്റീവ് എടുത്താലും യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് ദാറ്റ്. കണ്ടിന്യൂസ് കേസിൽ മാത്രമേ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ, ഇന്റഗ്രൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആപ്ലിക്കബിൾ ഓൺലി വെൻ എക്സ് ഇസ് കണ്ടിന്യൂസ്. So if x is a continuous random variable with the probability function small f of x, then capital F dash x അത് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? സ്മോൾ എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് തിരിച്ചൊന്ന് ചെയ്ത് നോക്കാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് നോക്കിയാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ എന്താ കിട്ടുക? 0 വരെ ഡെറിവേറ്റീവ്, എ വരെയുള്ള ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ, സോ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ഫ്രം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഐ എം ട്രൈങ് ടു ഫൈൻഡ് സ്മോൾ എഫ് ഓഫ് എക്സ്. സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടണമെങ്കിൽ ഈ എക്സ് ലെസ് ദാൻ എ ആകുമ്പോഴൊക്കെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് തന്നെയാണ്, 0 തന്നെയാണ് അല്ലേ. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇവിടെ എക്സ് ലെസ് ദാൻ എ ആകുമ്പോൾ 0 വരും. ആൻഡ് എ തൊട്ട് ബി വരെ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എക്സ് ലെസ് ദാൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എടുക്കുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ബൈ ബി മൈനസ് എ മൈനസ് എ കോൺസ്റ്റന്റ് ആണ്. എ ബൈ ബി മൈനസ് എ കോൺസ്റ്റന്റ് ആണല്ലോ. എക്സ് ബൈ ബി മൈനസ് എയുടെ ഡെറിവേറ്റീവ് 1 ബൈ ബി മൈനസ് എ വരും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും, 1 ബൈ ബി മൈനസ് എ വരും. എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. ആൻഡ് അതിന് ശേഷവും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? 0 വരും ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ ഇതേ പ്രോബിലിറ്റി ഫംഗ്ഷൻ തന്നെ നമുക്ക്, അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ നമുക്ക് എന്തെന്ന് കണ്ടുപിടിക്കാം? അതിന്റെ ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ തിരിച്ച് കണ്ടുപിടിച്ചതാണ് ഞാൻ. ഓക്കെ, സോ ദാറ്റ് മച്ച് ഓൾ ഫോർ നൗ. This is all the data you need to know about the cumulative distribution function. Okay, thank you.